എവിടെ ബിഗ് ബോസ് 7 മലയാളം വരുന്നില്ലേ? ഇത്തവണ ഇല്ലേ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ബിഗ് ബോസ് എവിടെ? ബിഗ് ബോസ് എവിടെ? എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം. ലോഞ്ച് ഡേ എപ്പോഴാണ്? ലോഞ്ച് മന്ത് എപ്പോഴാണ്? എപ്പോൾ തുടങ്ങും സംഭവം? എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് കുറേ ദിവസമായിട്ട് വീഡിയോസിലൊക്കെ കാണുന്നത്. ശരി തന്നെ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എന്തോ വലിയൊരു മാറ്റം, പുതിയ മാറ്റം ബിഗ് ബോസിൽ വരാൻ പോവാണെന്ന് പറയുന്നു. എന്ത് മാറ്റമാണിത്? പറയാം, ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്റ്റ് ആരാണ്? എന്തെങ്കിലും തീരുമാനമായോ? മോഹൻലാലാണോ അതോ ടൊവിനോ ആണോ അതോ ഇനി മമത തന്നെയാണോ വരാൻ പോകുന്നത്? എന്തെങ്കിലും തീരുമാനമായോ? അതൊക്കെ പോട്ടെ. നമ്മുടെ സെറ്റ് എവിടെയാണ്? മുംബൈ, ചെന്നൈ, ബാംഗ്ലൂര്, തെലുങ്ക് എവിടെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റ്? ഓഡീഷൻസ് എന്തെങ്കിലും ആയോ? പ്രഡിഷൻ ലിസ്റ്റുകളൊക്കെ 100 കാണുന്നുണ്ട്, എക്സ്പെക്ടേഷൻ ലിസ്റ്റുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ഓഡീഷന്റെ കാര്യം തുടങ്ങുമെങ്കിലും ചെയ്തോ? എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഒത്തിരി മെസ്സേജസ് ആണ് കേട്ടോ വരുന്നത്. ഒത്തിരി. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഡെയിലി ഒത്തിരി പേര് ചോദിക്കും എന്താ ബിഗ് ബോസിന്റെ കാര്യം, എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യും. ബിഗ് ബോസിന്റെ സമയമല്ലേ? അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു തുടങ്ങി, ബിഗ് ബോസ് സമയം ആയില്ല, ഇത്തവണ കുറച്ചുകൂടെ വൈകും. അയ്യോ, എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ബിഗ് ബോസ് ഉണ്ടായിരുന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാൻ പോകുന്നത്. കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഉണ്ട്, പറയാം. മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും കൂടെ പുതിയതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് പറയാം. പുതുതായിട്ട് വരുന്ന വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും മറക്കാതെ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ന്റെ സമയമാണ്. മുമ്പേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നും കൂടി പറയുകയാണ്. ജൂലൈ ഓഗസ്റ്റ് സമയം ആയിരിക്കും. ഓഗസ്റ്റ് സമയം, ജൂലൈ ഒന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഓഗസ്റ്റ് തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അങ്ങോട്ട് നീങ്ങി പോകുന്നതല്ലാതെ ഇങ്ങോട്ട് വരത്തില്ല. ഇനി സ്റ്റാർ സിംഗർ സീസൺ 10 അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. അല്ല, അതിൻ്റെ പകുതിക്ക് വെച്ച് നടക്കും. സ്റ്റാർ സിംഗർ സീസൺ 10 ഞാൻ അറിഞ്ഞത് ഈ വരുന്ന മാർച്ച് 29 തീയതി 7:30 രാത്രി 7:30 ആകുമ്പോൾ ആ സംഭവം ലോഞ്ച് ചെയ്യും. അപ്പോൾ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ടെലികാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഒരു 100 ദിവസം ബ്രേക്ക് ഒക്കെ ഇട്ടില്ലേ, അതുപോലെ തന്നെ ബ്രേക്ക് ഇട്ടിട്ട് അതിനിടയിൽ വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാർ സിംഗർ 30 തീയതി 29 തീയതി തുടങ്ങുകയാണ്. അടുത്ത് മാറ്റങ്ങൾ, നിറയെ മാറ്റങ്ങൾ. എന്താണ് സംഭവം? മാറ്റങ്ങൾ ആക്ച്വലി വേറെ ഒന്നുമല്ല. മാറ്റങ്ങൾ നമ്മുടെ ബിഗ് ബോസിന്റെ ടീമിനകത്ത് നിന്നും 2 പേരെ പിരിച്ചു വിട്ടിരിക്കുകയാണ്. 2 പേർക്ക് പേപ്പർ കൊടുത്ത് പിരിച്ചു വിട്ടു. അത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിന്റെ പേരിൽ കുറെ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മുടെ മാരാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബിഗ് ബോസിനകത്ത് അവസരങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്ത് അങ്ങനെ ബെഡ് ഷെയർ ചെയ്യാൻ പറയുന്നു, അത് പറയുന്നു, ഇങ്ങനെ പലതിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കുറെ വിവാദമായതാണ്. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേയും തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴും തീർന്നപ്പോഴും ഒക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷണം നടത്തി 2 പേരെ പുറത്താക്കി. 2 പേരുടെ പേരുകൾ ഞാൻ ഇതിനകത്ത് തൽക്കാലം ഞാൻ പറയുന്നില്ല പേരുകൾ. ഒന്നൊരു കോർഡിനേറ്ററാണ്, ഒന്ന് ബിഗ് ബോസിന്റെ ടീമിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനിരിക്കുന്ന ഒരാളാണ്. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം അവർ 2 പേരെയും പുറത്താക്കി. അപ്പൊ അവർക്ക് പകരം പുതിയ ആൾക്കാർ വരുമായിരിക്കും. അവർക്ക് പകരം പുതിയ ആൾക്കാർ, കോർഡിനേറ്റർ പുതിയൊരാൾ വന്നെന്ന് പറഞ്ഞുകൊണ്ടോ കോർഡിനേറ്റർ പുതിയൊരാൾ വന്നെന്ന് പറഞ്ഞുകൊണ്ടോ വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. എന്താണോ കോർഡിനേറ്ററുടെ പരിപാടി എന്താ? വിളിക്കുക, ഓഡീഷൻ ഉണ്ടെന്ന് പറയുക, സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്റർവ്യൂവർ മാറുമ്പോഴത്തേക്കും ചിലപ്പോൾ മുമ്പിരുന്ന ഇന്റർവ്യൂവർ ചിലപ്പോൾ ഭയങ്കര കട്ടിയുള്ള ഒരാളായിരിക്കും, ചിലപ്പം പാവമായിട്ടുള്ള ഒരാളായിരിക്കും. അപ്പം ചിലപ്പോൾ അത് മാറുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ല? അതായത് ഇപ്പം ഭയങ്കര കലിപ്പായിട്ടുള്ള ഒരാളാണ് ഇന്റർവ്യൂവിന് ഇരുന്നെങ്കിൽ അയാൾ മാറിയിട്ട് കുറച്ചും കൂടി നൈസ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്കും ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ടിക്ക് മാർക്ക് വീഴാൻ ചാൻസസ് കൂടുതലായിരിക്കും. അതേസമയം നേരെ തിരിച്ച് ഓപ്പോസിറ്റും ആവാം. അപ്പൊ ഇതാണ് മാറ്റം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേര് മാറ്റി. ചിലപ്പോൾ 2 പേര് പുതിയത് വരും, ചിലപ്പോൾ വരത്തുമില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം 2 കോർഡിനേറ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. ഒരു കോർഡിനേറ്ററിന്റെ ഇതാണ് ഇപ്പൊ പോയത്. ഇപ്പോൾ ഒരു കോർഡിനേറ്റർ ഓൾറെഡി ഇപ്പോഴും ഉണ്ട്. പിന്നെ ലാലേട്ടൻ ഉണ്ടാകുമോ? ചാൻസസ് കുറവാണ്. ഒന്നുമേ പറയാൻ പറ്റൂല. നമുക്ക് 50-50 ആണ്, അല്ലെങ്കിൽ 60-40 ആണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ചാൻസസ് കുറവാണ്. ലാലേട്ടൻ ഒത്തിരി മൂവീസും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ ഈ സീസൺ ഹോസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ നമുക്ക് ഒന്നും കംപ്ലീറ്റ്ലി പറയാൻ പറ്റൂല. വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയണം. എനിക്ക് തോന്നണില്ല, ഞാൻ അറിയുന്ന വിവരങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല. എഗ്രിമെന്റും ഇതുവരെ സൈൻ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി സെറ്റ് എവിടെ ആയിരിക്കും?
ചെന്നൈ സെറ്റ് ഉണ്ട്, ബാംഗ്ലൂർ സെറ്റ് ഉണ്ട്, തെലുങ്ക് സെറ്റ് ഉണ്ട്, മുംബൈയിൽ 2 സെറ്റ് ഉണ്ട്. തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ എന്തായാലും നടക്കൂല. കാരണം തമിഴ് ബിഗ് ബോസിന് ഒക്ടോബർ ആകുമ്പോൾ അവരുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ സീസണ് വേണ്ടിയിട്ട് അവരുടെ സീസൺ മാറ്റിയൊന്നും വെക്കാനൊന്നും പോകുന്നില്ല. സോ തമിഴ് ബിഗ് ബോസിന്റെ സെറ്റ് ഇല്ല. ചെന്നൈയിലെ സെറ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ചാൻസസ് ഉള്ളത് മുംബൈയിലെ 2 സെറ്റാണ്. മുംബൈയിലെ മെയിൻ സെറ്റ് ഹിന്ദി. ഇപ്പൊ OTT സീസൺ അവർക്ക് ജൂണിൽ തുടങ്ങണം. അപ്പോൾ അവർ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അത് നടത്തും. അടുത്ത് ഒക്ടോബർ ആകുമ്പോൾ അവരുടെ പുതിയ സീസൺ 19 വരും. അപ്പോൾ അവർ നമുക്ക് തരുമോ? അവരും തരൂല. പിന്നെ ഉള്ളത് തെലുങ്ക് സീസണിന്റെ സെറ്റാണ്. തെലുങ്ക് സീസണിന്റെ സെറ്റ്, തെലുങ്കിന്റെ സെറ്റ് വരുന്നത് ഈ പറയുന്ന പോലെ എൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടണില്ല. അന്നപൂർണ ഫിലിം സിറ്റി. അന്നപൂർണ ഫിലിം സിറ്റി ഒന്നും തരത്തില്ല. അതും ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോൾ അതും തുടങ്ങും. അത് നമുക്ക് വേണ്ടി ജൂലൈക്ക് അവർ തരുമോ? ഓഗസ്റ്റിൽ തരുമോ? അവർക്ക് അടുത്ത മാസം തുടങ്ങണം. അവരും തരത്തില്ല. പിന്നെ ഉള്ള 2 ചാൻസ് ബാംഗ്ലൂർ സെറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂർ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മറാത്തി സെറ്റ്. അതാണ് കന്നഡ ബിഗ് ബോസിന്റെ സെറ്റ് അല്ലെങ്കിൽ മറാത്തി ബിഗ് ബോസിന്റെ സെറ്റ്. അത് ഞാൻ നേരത്തെ തന്നെ മുൻപേ പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത്. കന്നഡ മറാത്തി ബിഗ് ബോസിന്റെ കേസ് പറയുമ്പോൾ കഴിഞ്ഞ തവണ അവർ സീസൺ പൊട്ടിയാണ് നിർത്തിപ്പോയത്. 70 ദിവസത്തിൽ നിർത്തിപ്പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം ചിലപ്പോൾ അവരൊരു ബ്രേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. മുൻപൊക്കെ അവർ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. 1 വർഷം സീസൺ ഇല്ലാതെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മറാത്തി കിട്ടും. മറാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസൺ 5 മലയാളം നടന്ന നമ്മൾ കണ്ട അതേ സ്ഥലമാണ് മറാത്തി. പിന്നെ കന്നഡ സെറ്റിന്റെ കാര്യം ഏതാണ്ട് കന്നഡ ആവാനായിരുന്നു സാധ്യത. പക്ഷെ കന്നഡ സെറ്റിന്റെ പേരിൽ കുറെ വിഷയങ്ങളുണ്ട്. അത് ഞാൻ തൽക്കാലം പറയണില്ല. കുറെ വിഷയങ്ങൾ ഉണ്ട്. ഓക്കെ, അടുത്ത് പിന്നീടുള്ളത് നമ്മുടെ ഓഡീഷൻസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഓഡീഷൻസ് ആക്ച്വലി ഞാൻ അറിഞ്ഞത് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. ചിലപ്പോൾ ഏപ്രിൽ പകുതി നമുക്ക് പ്രതീക്ഷിക്കാം. ഏപ്രിൽ പകുതി പ്രതീക്ഷിക്കാം. മെയ്യിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയാൻ പറ്റിയത്. ഇത്രയാണ് നിലവിലെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്. ബിഗ് ബോസ് ഏതെങ്കിലും ഒരു ബിഗ് ബോസ് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഏതെങ്കിലും ബിഗ് ബോസ് ഉണ്ടോ എന്ന്. ഇനി ആക്ച്വലി നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ബിഗ് ബോസ് OTT സീസൺ 4 ആയിരിക്കും. ബിഗ് ബോസ് OTT സീസൺ 4 അത് ജൂണിൽ ലോഞ്ച് ചെയ്യും. ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും. ഇപ്പൊ എല്ലാ ബിഗ് ബോസും ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. അതിന്റെ തൊട്ട് പിറകെ അടുത്ത് ജൂണിൽ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പിറകെ തെലുങ്ക് ബിഗ് ബോസ് ആയിരിക്കും വരുന്നത്. അത് സെപ്റ്റംബർ ആവുമെന്ന് തോന്നുന്നു. സെപ്റ്റംബർ അല്ലാതെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും തെലുങ്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് വരും. അതിന്റെ തൊട്ട് പിറകെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് വരും. അതിന്റെ പിറകെ ഹിന്ദി ബിഗ് ബോസ് വരും. ദെൻ കന്നഡ വരും. അങ്ങനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തമിഴ് അൾട്ടിമേറ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷനിലും ഉണ്ടെന്ന് പറയുന്നു. ഒരു പിടിയും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വകുപ്പും അറിയാതെ ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ബിഗ് ബോസ് എന്തെങ്കിലും പറയുന്നിടത്ത് വേണ്ടി ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും കിട്ടിയാലേ വരുള്ളൂ. എനിക്ക് തന്നെ പറഞ്ഞ് മടുത്തു. അപ്പോൾ ബിഗ് ബോസ് വരും. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും ഒരു പുതിയ ബിഗ് ബോസ്, പുതിയ വെർഷൻ ബിഗ് ബോസ് ആവട്ടെ. ഇത്രയും സമയം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും bye bye and take care.